നമസ്കാരം, വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഞാനിവിടെ ഒരു സാനിറ്ററി നാപ്കിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് എടുക്കണം. അപ്പോൾ കറക്റ്റ് നടുപകുതി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് 2 പീസാക്കി എടുത്തു. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലത്തെ നമ്മുടെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുക. അതായത് നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ധരിക്കുന്ന ഡ്രസ്സ്, അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഉപയോഗിച്ച ശേഷം വാഷ് ചെയ്യാതെ വെക്കുന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. നല്ല ഡ്രസ്സുകളൊന്നും നമ്മളങ്ങനെ എപ്പോഴും വാഷ് ചെയ്യത്തില്ലല്ലോ. അത് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ടൊക്കെ വെക്കുന്ന മാതിരിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ കക്ഷം വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് സ്റ്റിച്ച് 4 സൈഡിൽ നിന്നും വന്ന് യോജിക്കുന്ന ആ ഒരു ഭാഗം, ആ ഭാഗത്ത് നമുക്ക് ഈ ഒരു പാഡിൻ്റെ പീസ് നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ 4 മൂല കൂടുന്ന ഭാഗത്ത് വേണം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് എന്തിനാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നന്നായിട്ട് വിയർക്കുമല്ലോ. പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല വിയർപ്പായിരിക്കും എല്ലാവർക്കും. അപ്പം ഡ്രസ്സ് പെട്ടെന്ന് എന്താ പറയുക, അഴുക്കാകാതെ ഇരിക്കാനും നമ്മുടെ വിയർപ്പ് ഈ ഒരു പാഡിൽ ആകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ ഒരുപാട് വിയർക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കക്ഷമൊക്കെ ഒന്ന് പൊക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും പലപ്പോഴും അവിടെയൊക്കെ വല്ലാണ്ട് വിയർത്ത് നനഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പാഡ് നമ്മുടെ വിയർപ്പൊക്കെ വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ വസ്ത്രം, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പെട്ടെന്ന് വിയർപ്പൊന്നും പറ്റി സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തുമില്ല. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് അലക്കുന്ന ഡ്രസ്സൊന്നും അല്ല, നമ്മൾ 2-3 തവണയൊക്കെ യൂസ് ചെയ്തതിന് ശേഷമേ അലക്കാൻ പറ്റത്തുള്ളൂ. അത്ര നല്ല ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മളൊരു മാരേജ് ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു പാഡ് വലിച്ചെടുക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു പാഡ് നമ്മൾ ഒന്ന് ഊരി മാറ്റിയാൽ മതിയാകും. അങ്ങനെ നമുക്ക് 2-3 തവണയൊക്കെ നമുക്ക് പെട്ടെന്ന് കഴുകാത്ത ഡ്രസ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. നമ്മൾ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആ ഒരു എന്താ പറയുക, വിയർപ്പ് വസ്ത്രം വലിച്ചെടുക്കും. എന്നാൽ സിന്തറ്റിക് മോഡലൊക്കെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിയർപ്പിൻ്റെ ഒരു സ്മെല്ല് അറിയാൻ പറ്റും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ അങ്ങനെയുള്ള വസ്ത്രങ്ങളിലൊക്കെ ഒന്ന് ഈ ഒരു പാഡ് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിയർപ്പ് വലിച്ചെടുക്കുന്നതായിരിക്കും ഈ ഒരു പാഡ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 2. ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കവർ എടുക്കുമ്പം ഹോൾസ് ഒന്നും ഇല്ലാത്ത കവർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന അങ്ങനത്തെ കവറുണ്ടല്ലോ, ഒത്തിരി മുഷിയാത്ത നല്ല കവർ എടുക്കുക. ഒന്ന് ചെക്ക് ചെയ്യുക എവിടെയെങ്കിലും എന്തെങ്കിലും ദ്വാരമോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ മോപ്പ് എടുക്കുക, തറയൊക്കെ തുടയ്ക്കുന്ന മോപ്പ്. അത് നമ്മൾ ഈ കവറിലേക്ക് ഇതുപോലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇതുപോലെ അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്തിനാണെന്നറിയാമോ ഇങ്ങനെ ചെയ്യുന്നത്? തറ തുടയ്ക്കുന്ന മോപ്പൊക്കെ എപ്പോഴും അണുവിമുക്തം ആയിരിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിലും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലോ ഒന്നോക്കെയോ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് മോപ്പ് ക്ലീൻ ആക്കി എടുക്കാം. പൂർണ്ണമായിട്ടും അത് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇനി ഞാൻ ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, ബേക്കിംഗ് സോഡയൊക്കെ ക്ലീനിങ്ങിന് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. ഇനി വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ കുറച്ച് വിനാഗിരി ഒന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലെ നിങ്ങൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക. ഒരടപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ വെള്ളവും കൂടെ ഒരുപാടൊന്നും ഒഴിക്കരുതേ, അതൊന്ന് നനഞ്ഞ് ഒന്ന് നിൽക്കാൻ മാത്രം ആ ഒരു രീതിക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മുറുക്കി ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഈ കവറ്. അതിനുശേഷം നമ്മൾ ഇത് തറയിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യുന്നത്. നമ്മൾ തുണിയൊക്കെ അലക്കുമ്പോൾ ഇങ്ങനെ കുത്തിപ്പിഴിയത്തില്ലേ, ആ ഒരു ഫീലിങ്സ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു 10-20 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ ഒന്ന് വെച്ചേക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിത് എടുത്ത് നല്ലതുപോലെ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലെ അണുക്കളെല്ലാം പൂർണ്ണമായിട്ടും തന്നെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു 3-4 തവണ ഇങ്ങനെ വെള്ളത്തിൽ ഒന്ന് ഉലച്ച് ഉരുപിഴിഞ്ഞിട്ട് എടുക്കുക കേട്ടോ.
എന്നിട്ട് നമ്മളിത് നല്ല വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണങ്ങിയും കൂടെ എടുക്കണം. നല്ല വെയിലുള്ള സമയത്ത് വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്കിത് ഉണങ്ങി കിട്ടുമ്പോഴേക്കും ഇതിൻ്റെ അണുക്കളെല്ലാം പൂർണ്ണമായിട്ടും മാറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ, പ്രത്യേകിച്ച് മുട്ടിലൊക്കെ ഇഴഞ്ഞ് നടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ തറയിൽ കൂടെയൊക്കെ എപ്പോഴും അങ്ങനെ നടക്കുന്നതല്ലേ. അപ്പോൾ തറയൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയിട്ട് ഇരിക്കണം, അണുവിമുക്തമായിരിക്കണം. അപ്പോൾ നമ്മൾ തറ തുടയ്ക്കുന്ന മോപ്പും ഇതുപോലെ ഒന്ന് അണുവിമുക്തമായിരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് നമ്പർ 3. പഴയൊരു ദോശത്തവയാണ് കേട്ടോ ഇത്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും, മൊത്തം തുരുമ്പാണ്. ഉപയോഗിക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ തുരുമ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എങ്കിലേ നമ്മളിതിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാലൊന്ന് പറഞ്ഞൊക്കെ ഒന്ന് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാനായിട്ടുള്ള ഒരു കിടിലൻ ടിപ്പ് പറയാട്ടോ. ആദ്യം ഞാനിതൊന്ന് വെള്ളം ഒഴിച്ച് ചുമ്മാ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചു, ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു, ലോ ഫ്ലെയിമിൽ ഇടുക. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലൊന്ന് ചൂടായിട്ട് വരും. ചൂടായി വന്നു കഴിയുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ തീർന്ന കുപ്പി ആയതുകൊണ്ട് ഞാൻ അല്പം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ഇളക്കിയിട്ടാണ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറുനാരങ്ങ എടുക്കുക. ചെറുനാരങ്ങ എടുത്തിട്ട് ഒരു ഫോർക്കിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് വേണം ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് ഒന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കുക കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഇതുപോലെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതുകൊണ്ടോ ആ തുരുമ്പെല്ലാം നന്നായിട്ട് തന്നെ ഇളകി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഇനി നമ്മളൊരു സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് ഡിഷ് വാഷിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഒരു സംഭവം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല. വെറുതെ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴിയുമ്പോഴത്തേക്കിന് കണ്ടോ ആ ഒരു തുരുമ്പ് മുഴുവനും പോന്നിട്ടുണ്ട്. ഞാനിതൊന്ന് വാഷ് ചെയ്ത ശേഷം കാണിക്കാം. കഴുകി എടുത്തുകൊണ്ട് വന്നപ്പം ഇത് കണ്ടോ, നല്ല പോലെ തന്നെ ആ തുരുമ്പെല്ലാം പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇനി നമ്മൾ ഇത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സവാള ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഈ സവാള ഒന്നിങ്ങനെ ഓയിലുമായിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പാനം നല്ലപോലെ ഒന്ന് മയങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവാള ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുന്നത്. ഈ സവാള ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമ്മളിത് എടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട്, ഇതിന് കഴുകൊന്നും വേണ്ട, ഒരു തുണി വെച്ചിട്ട് നമ്മളിതെല്ലാം ഈ എണ്ണയെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്കിനി ഇതിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ മുട്ടയൊന്ന് പൊരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മുട്ട ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിത് എടുക്കുമ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കല്ലിൽ നിന്ന് പറഞ്ഞു പോരുന്നുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല കേട്ടോ. ഇനി ഇതിൽ അപ്പോൾ എന്ത് ഉണ്ടാക്കിയെടുത്താലും ഒട്ടും തന്നെ കല്ലിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ല. ഇനി ലാസ്റ്റ് ടിപ്പ്. ഇന്നത്തെ ലാസ്റ്റത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഹെമറോയിഡുകൾ അഥവാ പൈൽസ്. ഇതൊരു സാധാരണ പ്രശ്നമാണ്. നിങ്ങളുടെ മലാശയത്തിനുള്ളിലോ മലാശയത്തിന് പുറത്തോ ഉള്ള ഈ വീർത്ത സിരകൾ വേദന, മലദ്വാരം ചൊറിച്ചിൽ, മലാശയ രക്തസ്രാവം എന്നിവയ്ക്ക് കാരണമാകും. കൃത്യസമയത്ത് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിലൂടെ ഇത് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മോതിര വിരലിൻ്റെയും നടുവിരലിൻ്റെയും മധ്യഭാഗത്തായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പൈൽസ്, ഫിസ്റ്റുല അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ളവർക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കുമെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അതായത് ഇത് അക്യുപഞ്ചർ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊന്ന് കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കണേ. അത് തന്നെയുമല്ല, ഇതുപോലെ കുറച്ച് ഉലുവ എടുക്കുക. ഉലുവ എടുത്തിട്ട് ഇതുപോലെ ഒരു ടേപ്പ് എടുത്തിട്ട് ഉലുവ ആ ടേപ്പിലോട്ട് ഒട്ടിച്ചു കൊടുക്കാനും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ മോതിര വിരലിൻ്റെയും നടുവിരലിൻ്റെയും ഇടഭാഗത്തായിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ ഈ എനസ് കറസ്പോണ്ടൻസി സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മുടെ ഏനസിൻ്റെ ഭാഗം വരുന്നത് ഒരു ഭാഗത്താണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പൈൽസ്, ഫിസ്റ്റുല പോലുള്ള മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നല്ല ഒരു പ്രതിവിധിയാണ് എന്നും പറയുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.